തലസ്ഥാന നഗരി ഭക്തിസന്ധനമായ ആറ്റുകാൽ പൊങ്കാലയിലാണ്. അവിടെ പൊങ്കാലക്കലങ്ങളിൽ നിവേദ്യങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഒന്നേകാലിലാണ് നിവേദ്യ സമർപ്പണം. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന നിർഭരമായ കാത്തിരിപ്പിലാണ്. അതിനിടയിലാണ് ആശാവർക്കർമാരുടെ സമരം കൂടി അവിടെ നടക്കുന്നുണ്ട്. ആശാവർക്കർമാരും പൊങ്കാലയിടുന്നുണ്ട്. അത് ഒരു പ്രതിഷേധ പൊങ്കാല എന്ന് സാങ്കേതികമായി പറയാമെങ്കിൽ തന്നെയും അവർ പറയുന്നത് ഈ സംവിധാനങ്ങളുടെ കണ്ണു തുറക്കാൻ, തങ്ങളുടെ ദുരിതങ്ങൾ ഈ സംവിധാനങ്ങൾ കാണാൻ ഉള്ളൊരു സങ്കട പൊങ്കാല എന്ന നിലയ്ക്കാണ് അവർ പറയും. നമുക്കറിയാം അവരുടെ സമരം 32 ദിവസമായി അവിടെ തുടരുകയാണ്. 32 ദിവസമായി തുടരുമ്പോഴും ഏതെങ്കിലും തരത്തിൽ ഒരേ മനസ്സോടുകൂടി തന്നെയാണ് സമരം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 232 രൂപ, ഒരു മാസം 7000 രൂപ എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ജീവിക്കാൻ ഉതകുന്നതല്ല. 232 രൂപ എന്ന് പറഞ്ഞ് അടിയന്തരമായി കൂട്ടിത്തരണമെന്ന് അവരുടെ തികച്ചും ന്യായയുക്തമായ ആവശ്യത്തിൽ ഈ 32 നാൾ കഴിയുമ്പോഴും പൈസ തരാനുണ്ട്, കേന്ദ്രം പൈസ തരണം എന്ന് സംസ്ഥാനം പറയുകയും ഞങ്ങൾ ആ പൈസ മൊത്തം കൊടുത്തിട്ടുണ്ട് എന്ന് കേന്ദ്രം പറയുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി കളിച്ച് അതിനിടയിൽ കെട്ടത്തിൽ ഈ പാവങ്ങൾ ദുരിതപ്പെടുകയും ചെയ്യുന്ന കാഴ്ച, അങ്ങേയറ്റത്തെ വേദനാനിർഭരമായ കാഴ്ച 32ാം നാളും തുടരുന്നുണ്ട്. സുരേഷ് ഗോപി അല്പസമയം മുമ്പ് ആ സമരപ്പന്തലിലേക്ക് വന്നു. സുരേഷ് ഗോപി ഇതാദ്യമായല്ല, പലയാവർത്തി സുരേഷ് ഗോപി ആ സമരപ്പന്തലിലേക്ക് എത്തുന്നുമുണ്ട്. പ്രവിത ലക്ഷ്മി ചേരുന്നുണ്ട്. പ്രവിത, സുരേഷ് ഗോപി അവിടെ എത്തി പറഞ്ഞത് എന്തൊക്കെയാണ്? ആശാവർക്കറുമായി സംസാരിച്ചോ? അവർ പറയുന്നത് ഈ സംവിധാനങ്ങൾ തങ്ങളുടെ ദുരിതങ്ങൾ കാണാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന എന്ന് തന്നെയാണ് അവരും പറയുന്നത്. കവിത, ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ സുരേഷ് ഗോപി അല്പസമയം മുൻപാണ് ഇവിടെ എത്തിയത്. ഹാഷ്മിക്ക് അറിയാമല്ലോ, കഴിഞ്ഞ ദിവസമാണ് 100 കിലോ അരി ഈ ആശാ വർക്കർമാർക്ക് പൊങ്കലയുമായി അനുബന്ധിച്ച് ആറ്റുകാൽ ട്രസ്റ്റിന്റെ ഭാഗമായി, ആറ്റുകാൽ ക്ഷേത്രവുമായി ബന്ധമില്ലാതെ സുരേഷ് ഗോപി നേതൃത്വം നൽകുന്ന ട്രസ്റ്റാണ് അതിന്റെ ഭാഗമായി ഇവിടെ അരി എത്തിച്ചത്. ഒപ്പം പഴവും എല്ലാം എത്തിച്ചിരുന്നു ഇവർക്ക് പൊങ്കാല അർപ്പിക്കുന്നതിനായി. ഇവരുടെ പ്രതിഷേധ സമരം അതിലേക്ക് വന്നു കഴിഞ്ഞാൽ 32ാം ദിവസമാണ് ഇവർ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കുന്നത്. അതിൽ ഇന്നിപ്പോൾ പൊങ്കാലയായി എത്തുമ്പോൾ പൊങ്കാല അർപ്പിക്കുന്നത് അതൊരു പ്രതിഷേധമായിട്ടല്ല, അത് ഭക്തിയോടുകൂടി തന്നെയാണ് അർപ്പിക്കുന്നത് എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. മാത്രമല്ല, ഈ ആറ്റുകാലമ്മയോട് അവർ ആവശ്യവുമായി അല്ലെങ്കിൽ പ്രാർത്ഥനയായി മുന്നോട്ട് വയ്ക്കുന്നത് എങ്ങനെയെങ്കിലും സർക്കാരിന്റെ മനമലിഞ്ഞ് ഇവരുടെ ആവശ്യം സാധിച്ചു നൽകണമെന്നുള്ളതാണ്. രാവിലെ മന്ത്രി വീണ ജോർജുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ മന്ത്രി വീണ ജോർജിനോട് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം ആരാഞ്ഞിരുന്നു. മന്ത്രി പറയുന്നത് സർക്കാരിന്റെ ഭാഗത്ത് യാതൊരു പ്രശ്നവും ഇല്ല, സംസ്ഥാന സർക്കാർ കൊടുക്കാനുള്ള എല്ലാ കണക്കുകളും കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുണ്ട്, നിയമസഭയിലും റിപ്പോർട്ട് സമർപ്പിച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സംശയമുള്ളവർക്ക് ആ റിപ്പോർട്ട് സമർപ്പിക്കാം, മാധ്യമങ്ങൾക്കും അത് തീർച്ചയായിട്ടും പരിശോധിക്കാം എന്നാണ് വീണ ജോർജ് പറഞ്ഞത്. അപ്പോൾ സുരേഷ് ഗോപി ഇവിടെ അല്പസമയം മുൻപാണ് സന്ദർശനം നടത്തിയത്. ഒപ്പം തന്നെ ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന ബിന്ദു ചേച്ചിയെ ഷോൾ അണിയിക്കുകയും ചെയ്തു. ചേച്ചി, എന്തൊക്കെയാണ് സുരേഷ് ഗോപി ഇവിടെ വന്ന് പറഞ്ഞത്? വലിയ സപ്പോർട്ടാണല്ലേ അദ്ദേഹത്തിന്റെ ഭാഗമായിട്ടാണ്, വേറെ ഒന്നുമല്ല. അദ്ദേഹം പറഞ്ഞു ഇപ്പോഴത്തെ പുതുതലമുറയ്ക്ക് വേണ്ടി എല്ലാ വീട്ടിലെയും കുഞ്ഞു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ്. നല്ലൊരു തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി, അവര് നല്ല രീതിയിൽ വളരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ചേച്ചി ഒരു ഷോളൊക്കെ എന്നെ ഷോൾ അണിയിച്ചു, എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അദ്ദേഹം ഇവിടെ ഇറങ്ങിയപ്പോ ഇവിടെയാണ് ഞാനാണെന്ന് എനിക്കാണ് ഷോൾ അണിയിച്ചത്. അപ്പൊ ഇന്ന് പൊങ്കാല അർപ്പിച്ചിരിക്കുന്നത് പ്രതിഷേധ പൊങ്കാല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. ഒരിക്കലും പ്രതിഷേധ പൊങ്കാല എന്ന് പറയില്ല. ഞങ്ങളുടെ കണ്ണുനീരിന്റെ അർച്ചനയാണ് ആറ്റുകാലമ്മയ്ക്ക് ഈ പൊങ്കാല, അല്ലാതെ ഞങ്ങൾ പ്രതിഷേധ പൊങ്കാല ഇടേയില്ല. ദേവിയുടെ പേര് പറഞ്ഞിട്ട് അതിനുള്ള വേദികൾ വേറെയാണ്. നമ്മൾ ഇന്ന് ആറ്റുകാലമ്മയ്ക്ക് കണ്ണുനീർ കൊണ്ട് അർച്ചനയാണ്, ഞങ്ങളുടെ എല്ലാവരുടെയും അർച്ചനയാണത്. ഇന്ന് രാവിലെ മന്ത്രി വീണ ജോർജുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ നിങ്ങളുടെ കാര്യം ചോദിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ എത്രയും വേഗം നിങ്ങളുടെ സമരം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ആഗ്രഹം എന്നാണ് മന്ത്രി പറഞ്ഞത്. പക്ഷെ ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് അവിടെ ഇരുന്നാൽ കാര്യമില്ലല്ലോ. നമ്മള് ചർച്ചയ്ക്ക് ഇതിന്റെ മേലെ ഇത് നയിക്കുന്ന ആൾക്കാരെ വിളിക്കണമല്ലോ. നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞു, അതെങ്ങനെ ഒത്തുതീർപ്പിലാക്കാം എന്ന് ഒരു ചർച്ചയ്ക്ക് വിളിച്ചാലേ പറ്റും. ആഗ്രഹിച്ചുകൊണ്ട് അവർ പറയുന്നത് ഒരു ചർച്ചയ്ക്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ ഏത് സമരത്തിനും ഒരു ചർച്ചയ്ക്ക് വിളിക്കുക എന്ന് പറയുന്നത് അതിപ്രധാനമാണ്. ചർച്ചയ്ക്ക് വിളിച്ചിരുത്തി സർക്കാരിന് ഈ പറഞ്ഞ 7000 രൂപയിൽ 10 പൈസ പോലും കൂട്ടാൻ പറ്റില്ല എന്നാണെങ്കിൽ അത് അവരോട് മുഖാമുഖം ഇരിക്കുക, നല്ല 4 വാക്ക് പറയുക, നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി ഇങ്ങനെയാണെന്ന് പറയുക, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള തുക ഇത്രയാണെന്ന് രേഖാമൂലം വെച്ച് അവരെ ബോധ്യപ്പെടുത്തുക. നമുക്കത് അടുത്തവണ പരിഹരിക്കാം, നിങ്ങൾക്ക് 7000 രൂപ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല, ഞങ്ങൾക്കറിയാം, ഒന്ന് സമാധാനപ്പെട് എന്നൊരു 2 നല്ല വാക്ക് പറയുക എന്ന് പറയുന്നത് ജനാധിപത്യ മര്യാദയാണ്. അതുപോലും 32 ദിവസമായി പാവങ്ങൾ അർഹിക്കുന്നില്ല എന്നാണെങ്കിൽ അത് അങ്ങേയറ്റം കഷ്ടമാണ്. അത് അവർ പറയുന്നു, ഞങ്ങളുടെ കണ്ണീര് കൊണ്ട് ദേവിക്ക് അർച്ചന നടത്തുകയാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്നവർ പറയുകയാണ്. 32 ദിവസമായി ഈ വെയിലത്തും മഴയത്തും അവിടെ സമരം തുടരുകയുമാണ്. ഏതെങ്കിലും തരത്തിൽ കാര്യങ്ങൾ നടക്കാതെ ബോറടിച്ച് അവരോടൊന്ന് എഴുന്നേറ്റ് പോകും
എന്നാരെങ്കിലും കരുതിയെങ്കിൽ 32 ദിവസമായ തെറ്റാണ് എന്നവർ ശക്തിയുക്തം തെളിയിച്ചുകൊണ്ടിരിക്കുകയുമാണ്. സമരം പുരോഗമിക്കുന്നു.